ഞാൻ 2 കഥകൾ പറയാം, നിങ്ങൾ ശരിക്കും കേൾക്കണേ. ഒരു പാവപ്പെട്ട ഒരാളുണ്ട്, സാധുവാണ്, ചെറിയ ജോലിയുള്ള ഒരു കമ്പനിയിൽ ചെറിയ വരുമാനമുള്ള, ആ വരുമാനം അയാൾക്ക് ഓക്കെയാണ്, ആ വരുമാനം അയാൾക്ക് മതി. പക്ഷെ കല്യാണം കഴിച്ചതോടുകൂടി ആ വരുമാനം അത്ര മതിയാകാതെ വരാൻ തുടങ്ങി. അയാൾ ഒരു ടൗണിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ആ ടൗണിലേക്ക് ഭാര്യയെ കൊണ്ടുപോവുക. അയാൾ താമസിക്കുന്ന ചെറിയൊരു വീടുണ്ട്, ആ വീട്ടിൽ 2 ആളുകളും ഒരുമിച്ച് താമസിക്കുകയാണ്. പക്ഷെ വരുമാനം അത്ര തീരെ പോരാതെ വരികയാണ്. ആ സമയത്ത് ഭാര്യ അദ്ദേഹത്തോട് എപ്പോഴും പറയും, ശമ്പളം ഒന്ന് കൂട്ടി ചോദിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിച്ചൂടെ? നിങ്ങളുടെ ബോസിനോട് നിങ്ങൾക്കൊന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ? നിങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ളൊരു ജോലിക്കാരനല്ലേ, നിങ്ങൾ ചോദിച്ചാൽ തരും. അയാൾക്ക് തന്നെ തോന്നാൻ തുടങ്ങി, ചോദിച്ചാലോ. ചില സമയത്തൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ബോസിൻ്റെ ഓഫീസിൻ്റെ അടുത്തേക്ക് വരെ പോവും, പിന്നെ തിരിച്ചു വരും, മടിയായിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ വേണ്ട, ഒരു മടി, ഒരു പേടി, അങ്ങനെ. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ചോദിക്കുകയും, കിട്ടിയില്ലെങ്കിൽ വേണ്ട, കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത പ്രാവശ്യം നോക്കാമെന്നെങ്കിലും പറയുമല്ലോ, അടുത്ത വർഷം നോക്കാമെന്നെങ്കിലും പറയുമല്ലോ. ഒരു ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് നിങ്ങളതൊന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ ഭാര്യ കൊടുത്ത എല്ലാ ആവേശവും ധൈര്യവും അദ്ദേഹം ഇങ്ങനെ സംഭരിച്ച് രാവിലെ ഓഫീസിലേക്ക് ചെന്ന് വീണ്ടും അതിനു വേണ്ടി ഇങ്ങനെ തയ്യാറായി. അദ്ദേഹം ബോസിൻ്റെ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തി. മെല്ലെ വാതിൽ തുറന്നിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ബോസ് അകത്തേക്ക് വിളിച്ചു. അദ്ദേഹം ബോസിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരാവശ്യവും പറയാൻ ഇതുവരെ വന്നിട്ടില്ലാത്ത ആ ജോലിക്കാരൻ എന്ത് പറയാനായിരിക്കും വന്നത് എന്നിങ്ങനെ കാതോർത്തിരിക്കുമ്പോൾ ബോസിനോട് അദ്ദേഹം പറഞ്ഞു, കുറച്ച് ശമ്പളം കൂട്ടിക്കിട്ടിയാൽ നന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഭാര്യ ഇപ്പം എൻ്റെ കൂടെ താമസമൊക്കെ തുടങ്ങി, ഞങ്ങൾക്ക് 2 ആൾക്കും കൂടി ജീവിക്കാൻ ഈ ശമ്പളം മതിയാകാതെ വരിക, അതുകൊണ്ട് കുറച്ച് ശമ്പളം കൂട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എത്രയാണ് വേണ്ടത് എന്ന് ബോസ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ബോസ് ഒരു സംഖ്യ പറഞ്ഞു, ശമ്പളം കൂട്ടിക്കൊടുത്തു. അദ്ദേഹം ഒന്ന് ചോദിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശമ്പളം കൂട്ടിക്കിട്ടി. അദ്ദേഹം വലിയ സന്തോഷത്തോടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ഫോൺ എടുത്ത്, ആരെ വിളിക്കാൻ? ഭാര്യയെ വിളിക്കാൻ. ഫോൺ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്യണം, അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പേരിങ്ങനെ സെർച്ച് ചെയ്യാണ്. പിന്നെ തോന്നി, അല്ലെങ്കിൽ പറയണ്ട, ഞാൻ അവിടെ എത്തുന്നത് വരെ സസ്പെൻസ് ആക്കിയിട്ട് വെക്കാം, അങ്ങനെ വൈകുന്നേരം ഓഫീസിലെ സമയം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ബെല്ലടിച്ച് ആളിങ്ങനെ വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇവളുടെ മുഖത്ത് എന്തോ ഒരു വലിയ സന്തോഷം. ഇവൾ ചോദിക്കുന്നില്ല ശമ്പളം കൂട്ടി കിട്ടിയെന്നൊന്നും. നിങ്ങൾ നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരൂ, വസ്ത്രമൊക്കെ മാറ്റി വരൂ. അതേ നേരെ പോയിട്ട് വസ്ത്രമൊക്കെ മാറ്റിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഇങ്ങനെ താഴേക്ക് വന്ന സമയത്ത്, റൂമിലേക്ക് വന്ന സമയത്ത് അവിടെ ഡൈനിങ് ടേബിളിൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം, ഒരു സൽക്കാരം പോലെ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കണേ. അപ്പം ഇയാൾ ആലോചിച്ചു, ഇവളെങ്ങനെ ഇത് അറിഞ്ഞോ? ശമ്പളം കൂട്ടിയ കാര്യം ഇവളെങ്ങനെയും അറിഞ്ഞോ? ഞാൻ പറയാതെ പിന്നെ എങ്ങനെ അറിഞ്ഞു? അയാൾക്കൊരു ഐഡിയ കിട്ടില്ല എന്താ സംഭവം. അങ്ങനെ അവിടെ ഇരുന്ന് പ്ലേറ്റ് ഇങ്ങനെ മറച്ചു വെച്ചിരുന്നു. പ്ലേറ്റ് ഇങ്ങനെ തുറന്ന് അവളെന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇവളിങ്ങനെ നോക്കുകയാണ്. ഇയാള് വെറുതെ അവളിങ്ങനെ നോക്കിയ സമയത്ത് അവള് ചുരിദാറിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു പേപ്പർ എടുത്തിട്ട് അവളിങ്ങനെ കയ്യിൽ വെക്കുന്നതൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. എന്തായാലും അവളിങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നീ തന്ന ധൈര്യത്തിന് ഞാൻ ബോസിനോട് ചെന്നിട്ട് ചോദിച്ചു, ശമ്പളം കൂട്ടി കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറയേണ്ട താമസം ബോസ് ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞു. ബോസ് ശമ്പളം കൂട്ടി. ഞാനിതുവരെ നിന്നോട് പറയാതിരുന്നത് സസ്പെൻസ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, അവളിങ്ങനെ കൈ പിടിച്ചിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ആ പ്ലേറ്റ് ഒന്ന് തുറന്ന് നോക്കിയെന്ന് പറഞ്ഞു. പ്ലേറ്റ് ഇങ്ങനെ മറിച്ച് വെച്ചിരിക്കല്ലേ, പ്ലേറ്റ് ഒന്ന് തുറന്ന് നോക്കുന്നു. നിങ്ങളെ പ്ലേറ്റ് ഇങ്ങനെ തുറന്ന് നോക്കിയ സമയത്ത് അതിൽ ഒരു പേപ്പർ ഉണ്ട് ഇങ്ങനെ വെച്ചിരിക്കണേ. ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്,
അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ, അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ. നിങ്ങളിത് അർഹിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവളിതെങ്ങനെ നേരത്തെ അറിഞ്ഞു? വീണ്ടും അവൾ അടുക്കളയ്ക്ക് പോയ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവള് കയ്യിൽ എടുത്ത രണ്ട് പേപ്പർ എടുത്തു. ഒരു പേപ്പറാണ് പാത്രത്തിൻ്റെ താഴെ വെച്ചത്, മറ്റേ പേപ്പർ ഉണ്ട് കയ്യിൽ, വേറൊരു പേപ്പർ, അതിങ്ങനെ വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മെല്ലെ ചെന്നിട്ട് അടുക്കളയിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ആ പേപ്പർ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പം അതിൽ എഴുതി വെച്ചത് എന്താണെന്നറിയോ? സാരല്ല പ്രിയപ്പെട്ടവനെ, അടുത്ത തവണയെങ്കിലും നമുക്ക് നോക്കാം, ഇനിയും നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ എന്തായാലും ഇത് അർഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു തവണ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കിട്ടും. ശമ്പളം കൂട്ടി കിട്ടിയിട്ടില്ലെങ്കിലും ശമ്പളം കൂട്ടി കിട്ടിയാലും അയാൾക്ക് വേണ്ടി അവൾ ഒരുക്കി വച്ചിരിക്കുന്ന സൽക്കാരമായിരുന്നു അത്. ഓ ഹെൻറി എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വലിയൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥകളുണ്ട്, എല്ലാം മനോഹരമാണ്. അവസാനം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. അതാണ് ആ കഥകളുടെ പ്രത്യേകത. ഓ ഹെൻറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിൽ ഇതേപോലെ പാവപ്പെട്ട ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്റ്റോറിയാണ്. അവർ ക്രൈസ്തവരാണ്, ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യൻ ആളുകൾക്ക് ഡിസംബർ 25 ക്രിസ്തുമസിൻ്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഡേ ഓഫ് ദ മാഗി എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. മാഗി വരുന്ന ദിവസം എന്നാണ് പറയുന്നത്. അന്ന് ഇവർ കാര്യമായി ചെയ്യുന്നത് പരസ്പരം സമ്മാനം കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കുന്ന ദിവസമാണ്, സമ്മാനങ്ങളുടെ ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും ചെറുതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ഭാര്യയും ഭർത്താവും ഇല്ലേ, അവർ ഇതേപോലെ സാധുക്കളാണ്, വളരെ പാവങ്ങളാണ്. അപ്പോൾ ഈ ഭർത്താവ് ആലോചിക്കുകയാണ്, അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും, അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും. കൊടുക്കാനുള്ള സമ്മാനം അദ്ദേഹം ആലോചിച്ച് തീരുമാനിച്ചു. പക്ഷെ അത് വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ആകെയുള്ളത് ഒരു പഴയ വാച്ച് മാത്രമാണ്. ആ വാച്ച് അദ്ദേഹം വിറ്റിട്ട് അതിന് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയത് എന്താണെന്നറിയോ? അവളുടെ സ്വർണ്ണ നിറമുള്ള തലമുടിയാ. ആ തലമുടിയിൽ ഇടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയത്. ഒരു കേശാഭരണം, തലയിൽ മുടിയിലിടുന്നൊരു ക്ലിപ്പാണ് വാങ്ങിയത്. അങ്ങനെ ക്ലിപ്പ് നന്നായി പൊതിഞ്ഞൊരു ഒരു പെട്ടിയിലൊക്കെ പൊതിഞ്ഞ് നല്ല വർണ്ണക്കടലാസോടുകൂടി ആ ദിവസത്തിൻ്റെ രാവിലെ അവളെ അടുത്തേക്ക് വിളിച്ച് അദ്ദേഹം ആ പെട്ടി ഇങ്ങനെ പിന്നിൽ വെച്ചിട്ട് അവൾക്ക് ആ സമ്മാനം കൊടുത്ത്, അവൾ വലിയ സന്തോഷത്തോടെ ആ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മുടിയിലിടാനുള്ള ക്ലിപ്പാണ്. അത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് വലിയൊരു സന്തോഷമില്ല. അവൾ പറഞ്ഞു, നിങ്ങളുടെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതെനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതെന്താ ഉപയോഗിക്കാൻ കഴിയാത്തത്? അവളിങ്ങനെ ഒരു ചെറിയ ഷാൾ ഇങ്ങനെ തലയിലിട്ടിരുന്നു. ആ ഷാൾ ഇങ്ങനെ മാറ്റിയപ്പോഴാണ് കണ്ടത് അവളുടെ ആ സ്വർണ്ണ തലമുടി ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്തിനാണ് മുടി മുറിച്ചത്? അവൾ പറഞ്ഞു, ഞാനത് വിറ്റു, തലമുടി മുറിച്ചിട്ട് വിറ്റ്. എന്തിനാണ് വിറ്റത്? അതിങ്ങൾക്കൊരു സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടോ. ആണോ? ഇങ്ങോട്ട് എന്താ വാങ്ങിയത്? അവൾ ഓടിച്ചെന്ന് റൂമിൽ നിന്ന് ആ സമ്മാന പെട്ടി എടുത്തുകൊണ്ട് വരിക. അയാൾ വലിയ കൗതുകത്തോടെയും ആനന്ദത്തോടെയും അതിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? വാച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ പഴയ വാച്ചാ, അച്ഛൻ മറ്റോ വാങ്ങിക്കൊടുത്ത വാച്ചാ. ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയിട്ട് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അദ്ദേഹം. അതുകൊണ്ട് ആ വാച്ചിന് ഇടാവുന്ന നല്ല ഒരു സ്ട്രാപ്പാണ് അവള് തലമുടി മുറിച്ച പൈസ കൊണ്ട് വാങ്ങിയിട്ടുള്ളത്. അതിങ്ങനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എടോ, നിന്റെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതെനിക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അതെന്താ ഉപയോഗിക്കാൻ കഴിയാത്ത? വാച്ചില്ലേ? വാച്ച് എവിടെ പോയി? വാച്ച് ഞാൻ വിറ്റു. അതെന്തിനാ വിറ്റത്? നിങ്ങൾ ഇത്രയും കാലം വലിയ സന്തോഷത്തോടെ കൊണ്ട് നടന്നല്ലേ? അത് ഞാൻ ഈ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് വിറ്റതാണ്, വേറെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ആ കഥയുടെ അവസാനം ഓ ഹെൻറി പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടാളുകൾക്കും വാങ്ങിയ സമ്മാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടാളുകളും ആ സമ്മാനം ഇങ്ങനെ സ്വീകരിച്ച് പരസ്പരം ഇങ്ങനെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പുണർന്ന് രണ്ടാളുകളും കരഞ്ഞു. അവിടെയാണ് ആ കഥ അവസാനിക്കുന്നത്.
മനുഷ്യനെ കരയിപ്പിക്കാൻ രണ്ട് വഴികളുണ്ട് അല്ലേ? ഒന്നുകിൽ മനുഷ്യനെ വേദനിപ്പിച്ചാൽ മതി, മനുഷ്യന്മാർ കരയും. ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താലും മനുഷ്യന്മാർ കരയും.